കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനിടെ പാട്ടുപാടി വൈറലായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ 72-ാം ഡിവിഷൻ അത്താണിക്കലിലെ UDF സ്ഥാനാർത്ഥി ടി പ്രശാന്ത്. പ്രശാന്താണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. പ്രശാന്ത്, ആദ്യം തന്നെ ആ ഒരു പാട്ടൊന്നുകൂടെ പാടുമോ? ആ പാട്ട് പാടുന്നത് ആ പാട്ടായിരുന്നു ആദ്യം. ഇതിന് മുൻപ് ഒരു 5 വർഷം മുമ്പ് വൈറലായ പാട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ DCC പ്രസിഡന്റ് ഉൾപ്പെടെ അത് പാടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാടിയതാണ്. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് ദിക്കിലും മുക്കിലും ബംഗാളി, ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞതിന് കാരണം നമ്മൾ മലയാളി. പെട്രോൾ പമ്പിൽ ബംഗാളി, ഇന്ന് പെട്ടിക്കടയിൽ ബംഗാളി, തട്ടുകടയിലും ബംഗാളി, ദേ പുട്ടുകടയിലും ബംഗാളി. ഹിന്ദി പഠിച്ചില്ല മലയാളി, മലയാളം പഠിച്ചല്ലോ ബംഗാളി. കൊയ്ത്തിനു പാടത്ത് ബംഗാളി, ഇന്ന് കൽപ്പണിക്കാരനും ബംഗാളി. ഹാർബറിലുണ്ടല്ലോ ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി. തെങ്ങുമ്മക്കരണ് ബംഗാളി, ഇവിടെ തെണ്ടി നടക്കണ് മലയാളി. മലയാളി പണിക്ക് പോകാത്തതിൻ്റെ ചെറിയൊരു സംഭവം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്തായാലും ആ പാട്ട് കഴിഞ്ഞതോടെ കൂടുതൽ വൈറലായി അല്ലേ? കൂടുതൽ ആളുകൾക്ക് അറിയാൻ തുടങ്ങി. അതെ, കൂടുതൽ. ഇതിനു മുൻപ് വൈറലായിരുന്നു. പിന്നീട് നമ്മുടെ റീൽസൊക്കെ ഉണ്ടായിരുന്നു, 2-3 സാമൂഹിക പ്രശ്നങ്ങൾ വെച്ചിട്ട് റീൽസ്, അതും ഇതോടൊപ്പം വൈറലായപ്പോൾ മൊത്തത്തിലൊരു വൈറലായി. ഇങ്ങനെ പാട്ട് പാടിയും കൊണ്ട് തന്നെ ആളുകൾ രസിപ്പിച്ചാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയത്. എങ്ങനെയാ പ്രചരണ രീതി? പ്രചരണ രീതി നമ്മുടെ വാർഡിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇതിന് മുൻപുണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെയെല്ലാം തന്നെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആളുകൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അതുമായിട്ട് ഒരു ലിങ്ക് ചെയ്തിട്ട് പോകുന്നു. അതൊരു കലാകാരൻ കൂടിയാണല്ലേ? അതെ, മിമിക്രി ആർട്ടിസ്റ്റാണ്. വർഷങ്ങളായിട്ട് മിമിക്രി സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ട് പോകുന്നു. പിന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനമായും എന്താ ഈ വാർഡിൽ, ഈ ഒരു ഡിവിഷനിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികൾ? വികസന പദ്ധതികളല്ല, ഇപ്പോൾ ഉള്ള വികസന മുരടിപ്പാണ് പ്രധാനമായിട്ടും തുറന്നു കാണിക്കുന്നത്. കാരണം ഇവിടുത്തെ റോഡൊക്കെ നിങ്ങൾ വരുമ്പോൾ കണ്ടില്ലേ, റോഡിലൊന്നും ഇതുവരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റോഡിന് ഒരു പണിയും നടത്തിയിട്ടില്ല. അപ്പോൾ റോഡിൻ്റെ മെയിനായിട്ടുള്ള അവസ്ഥ, ഇവിടുന്ന് ഇപ്പോൾ ഓട്ടോ വിളിച്ചാലൊന്നും നമ്മളെ വീട്ടിലേക്കൊന്നും ഓട്ടോറിക്ഷക്കാർ വരില്ല, അല്ലെങ്കിൽ അവർക്ക് ഡബിൾ ചാർജ് കൊടുക്കണം. സാധാരണ 10 മണി കഴിഞ്ഞാലൊക്കെയാണ് മീറ്ററും പകുതിയൊക്കെ ആയിട്ട് വാങ്ങുന്നത്. അല്ലാത്ത സമയത്ത് തന്നെ വാങ്ങേണ്ട ഒരു അവസ്ഥ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കണതെന്ന് തന്നെ. പൂർണ്ണമായിട്ടുള്ള പ്രചരണ പരിപാടിയിലേക്ക് ഇറങ്ങിയില്ലേ? ഞങ്ങളിപ്പോൾ 4 ദിവസമായിട്ട് ഇപ്പം തുടർച്ചയായിട്ടുള്ള പ്രചരണത്തിൽ തന്നെയാണ്. രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലാണ് ഇപ്പോൾ പ്രചരണം നടത്തുന്നത്. എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങളിൽ നല്ലൊരു സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അന്നത്തെ ആ ഒരു പ്രോഗ്രാമിന് ശേഷം ഒരുപാട് വൈറലായതിനു ശേഷം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല ഇതിനു മുൻപ് എൻ്റെ 2-3 റീല് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന റീല് പോലെയല്ല, അതിനിടയ്ക്ക് അതുപോലത്തെ ഒന്നും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾ, ഇപ്പം കാരപ്പറമ്പ് നടപ്പാതയിലുള്ള നമ്മുടെ പോസ്റ്റൊക്കെ കുഴിച്ചിട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. അപ്പോൾ അതൊക്കെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് മുൻപേ ചെയ്ത റീലുകളാണ്. അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ മുമ്പ് പ്രതീക്ഷിച്ചിരുന്നത്? എങ്ങനെ അറിയിപ്പോ ലഭിച്ചില്ലായിരുന്നു? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു അറിയിപ്പൊന്നും ലഭിച്ചില്ലായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായതാണ്. എന്തായാലും പാട്ടും പാടിക്കൊണ്ട് BJP യുടെ കയ്യിൽ നിന്ന് അത്താണിക്കൽ പിടിച്ചെടുക്കുന്ന വിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും പാട്ടും പാടിക്കൊണ്ടല്ല, ഇവിടുത്തെ പ്രവർത്തനം കൊണ്ടും, അതുപോലെ തന്നെ ഞാൻ മുൻപ് ചെയ്ത പ്രവർത്തനം, അതായത് എനിക്കൊരു സ്ഥാനമില്ലല്ലോ, ആ ഒരു സ്ഥാനമില്ലാത്ത സമയത്ത് തന്നെ റീലുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളവിടെ ഈ കാരപ്പറമ്പ് നേരത്തെ നടപ്പാതേൻ്റെ പറഞ്ഞാൽ ഇപ്പോൾ പോയി നോക്കിയാൽ അറിയാം, PWD 3 ദിവസം കൊണ്ട് ഇടപെട്ടിട്ടാണ് അവിടുത്തെ സർവേ കുറ്റി മുറിച്ച് മാറ്റിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഒരു റീല് ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള ഇമ്പാക്റ്റാണ്. മാത്രമല്ല മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡ്, അത് കാലങ്ങളായിട്ട് പണി മുടങ്ങി കിടക്കുന്നതായിരുന്നു. അത് ഞങ്ങളൊരു മാവേലിയുടെ ഒരു റീൽ ചെയ്തു. ആ വഴി നമ്മുടെ ശശീന്ദ്രൻ മന്ത്രി അദ്ദേഹം അവർ കടന്നു വന്നു, അതവർ കണ്ടു. എന്നിട്ട് അതും ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ പണി തുടങ്ങാൻ കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ സ്ഥാനാർത്ഥിയാവുന്നതിന് എത്രയോ മുൻപ് എന്നിലൂടെ വന്ന ചെറിയ സംഭവങ്ങൾ, അതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം വോട്ടായിട്ട് മാറും തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും പ്രശാന്ത് വലിയ വിശ്വാസത്തിലാണ്. ഇത്തവണ BJP യിൽ നിന്നും കോൺഗ്രസ് അത്താണിക്കൽ പിടിച്ചെടുക്കുമെന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.